ചില സാഹചര്യങ്ങൾ നമ്മളെ വളരെയധികമായി അത്ഭുതപ്പെടുത്തുകയാണ്. ക്രൈസ്തവ മിഷണറിമാര് കേരളത്തിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അവർ ചെയ്യുന്ന നിസ്തുലമായ ശുശ്രൂഷ, ആ നാട്ടുരാജ്യങ്ങളിലെയൊക്കെ ആളുകളുടെ എല്ലാവിധമായ ഉന്നമനത്തിനും വേണ്ടി അവരുടെ വിദ്യാഭ്യാസപരവും കായികവും സാംസ്കാരികവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലുമുള്ള വലിയ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ മിഷണറിമാര്, സന്യാസിനിമാര്, അവരുടെ ആ വലിയ ശുശ്രൂഷയൊന്നും ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ കണ്ണു തുറന്ന് നടക്കുന്നവർക്ക്, നന്മ മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് അതിനെ എഴുതി തള്ളുവാനായിട്ട് സാധ്യമല്ല. അവരുടെ വലിയ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ വിവിധ തലങ്ങളിൽ, അതെല്ലാ മേഖലകളിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലുള്ള ഇന്ന് നമ്മൾ എടുത്തു പറയുന്ന ധാരാളം നേതാക്കന്മാരൊക്കെ അവരുടെ അധ്വാനത്തിന്റെ ശുശ്രൂഷയുടെ ഫലം ഏറ്റുവാങ്ങി ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ എന്തുകൊണ്ടോ നമുക്കറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെതിരായി കള്ളക്കേസുകൾ ഉണ്ടാക്കി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവർക്കെതിരായി ദുഷ്പ്രചരണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വളർന്നു വരികയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള 2 സന്യാസിനിമാര്, സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതിയും, അവരുടെ മിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ശുശ്രൂഷകളിൽ വ്യാപരിച്ചിരിക്കുമ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ വേദനയായി നിൽക്കുകയാണ്. അവരാ പ്രദേശത്ത് ചെയ്യുന്ന നിരവധിയായ ശുശ്രൂഷകള് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ജോലിക്ക് വേണ്ടി വന്ന 3 പെൺകുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് കടന്നു വന്നപ്പോ എത്ര അകാരണമായിട്ടാണ് അവരോട് അവിടെയുള്ള അധികാരികൾ ഇടപെട്ടതും. പ്രത്യേകിച്ച് ബജരംഗ് സംഘടന പോലെയുള്ള ഒരു സംഘടനയുടെ പ്രേരണയാൽ അനാവശ്യമായ കുറ്റങ്ങൾ ആരോപിച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വാർത്താമാധ്യമത്തിൽ വന്നത് ശരിയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം 3:30 ഈ സംഭവം ഉണ്ടാകുമ്പോൾ അവരുടെ പേരിൽ ആദ്യത്തെ FIR ചുമത്തിയിരുന്നത് മനുഷ്യക്കടത്ത് മാത്രമാണ്. എന്നാൽ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 5:11 ഇട്ട മറ്റൊരു FIR-ൽ ഈ വിഷയം കത്തി പകരുന്നതിന് വേണ്ടി, ഈ കേസ് കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി വീണ്ടും നിർബന്ധിത മതപരിവർത്തനം എന്ന കേസ് കൂടി ചുമത്തി അവരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് ഇപ്പോൾ ഈ 4ാം ദിവസവും അവര് സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുക? ഒരു 1.5 മണിക്കൂറിനുള്ളിൽ എന്ത് മതപരിവർത്തനമാണ് ആ സിസ്റ്റേഴ്സ് അവിടെ ചെയ്യുന്നത്? പാവപ്പെട്ട മനുഷ്യരുടെ ആത്മീയവും ശാരീരികവും ഭൗതികവുമായ എല്ലാ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി അവർക്ക് ജോലി കൊടുക്കുന്ന കാര്യത്തില്ല, ജോലി കൊടുക്കുന്നതിനും അവരെ ജോലിക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയൊക്കെ വളരെയധികം താല്പര്യമെടുത്ത് ഈ മേഖലയിൽ പ്രവർത്തിച്ചവർക്കെതിരായിട്ട് മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് കേസ് രേഖപ്പെടുത്തി, FIR രേഖപ്പെടുത്തി ജയിലിലടക്കിയ എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്ന എന്താണ്? ഇപ്പോഴും അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. ഇത്രമാത്രം ക്രൂരമായി 4-5 ദിവസമായി ജയിലിൽ കിടക്കത്തക്കവണ്ണം എന്ത് കുറ്റമാണ് ഈ കന്യാസ്ത്രീകൾ ചെയ്തത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വലിയ വേദനയാണ്. അവരെന്ത് കുറ്റത്താലാണ് ഈ 4ാം ദിവസവും ജാമ്യമില്ലാതെ സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരുന്നത്? ഇത് തീർച്ചയായിട്ടും മനുഷ്യ മനസാക്ഷി അത് ചോദ്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. ഇവിടെയുള്ള നാനാജാതി മതസ്ഥര് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ തന്നെ ഒന്നിച്ച് നിലനിൽക്കുകയും ഒന്നിച്ച് ജീവിക്കുകയും ഒന്നിച്ച് പരസ്പരം നന്മയിലൂടെ വളർന്നു വരികയും പരസ്പരം പ്രോത്സാഹിപ്പിച്ച് മറ്റുള്ളവരെ വളർത്തുവാൻ പരിശ്രമിക്കേണ്ട സാഹചര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിച്ച് മറ്റുള്ളവരെ അകറ്റി വെറുപ്പിച്ച് പോകുന്ന ആ ഒരു സാഹചര്യത്തെ എന്താണ് നമുക്ക് പേര് വിളിക്കുവാനായിട്ട് സാധിക്കുക? ഇന്ന് ഈ രാജ്യത്ത് മനുഷ്യരില്ലാതായി മാറിയിരിക്കും. ഉള്ളതോ ഹിന്ദുക്കളും മുസ്ലിമുകളും അതുപോലെ തന്നെ ക്രൈസ്തവരുമായി ഇങ്ങനെ വേർതിരിഞ്ഞ് മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ഓരോ കൂട്ടം മനുഷ്യരായി ഇവിടെ ജീവിക്കുകയാണ്. മനുഷ്യരെത്തി എന്ന് ചോദിച്ചാൽ എവിടെ ഇരിക്കുന്നു മനുഷ്യർ?
അവരെല്ലാം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി നിലനിൽക്കുകയാണ്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല ഈ ഭാരതത്തിന്റെ ഏറ്റവും വലിയ സംസ്കാരം എന്ന് പറയും. ഇവിടെ നാനാജാതി മതസ്ഥരെ ഒന്നിച്ച് ജീവിക്കുകയും ഒന്നിച്ച് വളരുകയും ഒന്നിച്ച് നന്മയെ ആഗ്രഹിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലേക്ക് കടന്നു വരും. കുറെ പേര് മാത്രമാണ് എങ്കിൽ പോലും നമുക്കറിയാം അതൊരു മറ്റൊരു സംസ്കാരത്തിലേക്ക് കടന്നു വരികയാണ് എന്നുള്ളതാണ്. ഇന്നിപ്പം മതസൗഹാർദ്ദം എന്ന് പറയുന്നതും മതേതരത്വം എന്ന് പറയുന്നതും മനുഷ്യത്വം എന്നും ഒക്കെ പറയുന്നത് തെറ്റായ വാക്കുകളായിട്ടാണ്. അതിനൊന്നും വലിയ വിലയില്ലാതെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. മതസൗഹാർദ്ദവും മതേതരത്വവും പറയുന്നവരൊക്കെ പഴഞ്ചന്മാരാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ കടന്നു വരിക. എങ്ങനെയാണ് നമുക്കിങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുക? നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഹൈന്ദവരാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും മറ്റേത് ജാതിയും മതത്തിലുള്ളവരാണെങ്കിലും അവരെല്ലാവരും ഈ രാജ്യത്തിന്റെ മക്കൾ, നമ്മളെല്ലാവരും സഹോദരന്മാരാണ് എന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയും മറുവശത്ത് നമ്മൾ കാണുന്നത് ഒന്നും അല്ലാതെ മുമ്പോട്ട് പോകുന്നതുമാണ് നമ്മൾ കാണുക. ഇന്ത്യയുടെ രാജ്യമാണ്, ഇവിടെയുള്ള എല്ലാ സഹോദരന്മാരും എല്ലാവരും എന്റെ സഹോദരന്മാരാണ് എന്ന് പ്രതിജ്ഞ ചൊല്ലാൻ എളുപ്പമാണ്. പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോ അവിടെയെല്ലാം അതിനെ ചോദ്യം ചെയ്യുന്ന നിലപാടുകളും മനോഭാവങ്ങളും ഒക്കെ വളരെയധികമായി വളർന്നു വരുന്നു എന്നുള്ളത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പ്രിയപ്പെട്ട 2 സിസ്റ്റേഴ്സ് അകാരണമായി അവരുടെ മേൽ ചുമത്തപ്പെട്ട ഈ കുറ്റങ്ങൾ മനുഷ്യ കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്ന, അവരെ ഭയപ്പെടുത്തുന്ന അങ്ങനെ ഒരു യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത കേസുകൾ ചുമത്തി ഇന്ന് 4 ദിവസമായിട്ടും അവരെ പുറത്തുവിടാതെ ജാമ്യമില്ലാതെ ജയിലിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ നമ്മളെ എല്ലാവരും ഇത് വളരെ വേദനിപ്പിക്കുന്നുണ്ട്. എന്ത് കാരണത്താലാണ് ആ നാട്ടിലുള്ള സകല മനുഷ്യരുടെയും നന്മയെ ആഗ്രഹിച്ച് അവരെ എല്ലാവരെയും വളർത്തിക്കൊണ്ടു പോകണമെന്നുള്ള അനേക വർഷത്തെ അധ്വാനത്തിന്റെയും ശുശ്രൂഷയുടെയും ഫലം അവർ ജയിലിൽ കിടന്നുകൊണ്ടാണോ ഏറ്റുവാങ്ങേണ്ടത്? തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുടെ നിമിഷമാണ്. അത് ക്രൈസ്തവരെന്ന് മാത്രമല്ല, ഇത് ക്രൈസ്തവ മതത്തിലെ 2 സന്യാസിമാരുടെ കാര്യമല്ല. മനുഷ്യ മനസ്സുകൾ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്. ഇങ്ങനെയാണോ ഈ രാജ്യം മുമ്പോട്ട് പോകേണ്ടത്? ഇങ്ങനെയാണോ ഇവിടെയുള്ള ഭരണാധികാരികൾ ഇടപെടേണ്ടത്? അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു കൂടിവരവിൽ തീർച്ചയായിട്ടും മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവല്ല അധിപതിനാസനത്തിന്റെ എല്ലാവിധമായ പ്രതിഷേധവും അതുപോലെ തന്നെ ഞങ്ങളുടെ ദുഃഖവും ഇക്കാര്യത്തിലുള്ള ഞങ്ങളുടെ വലിയ ഉത്കണ്ഠയും ഈ അവസരത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തിരുവല്ലാധിപതിനാസനത്തിന്റെ മലങ്കര കാത്തലിക് അസോസിയേഷൻ, മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റ് ഒന്നിച്ച് ഈ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും വിചാരങ്ങളും ഒന്ന് തന്നെയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട 2 സിസ്റ്റേഴ്സ് അകാരണമായി കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ അത് തീർച്ചയായും ഞങ്ങൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വേദനയാണ്. ഇവിടെ ഈ അവസരത്തിൽ അതിലുള്ള ഞങ്ങളുടെ വലിയ വേദനയും ദുഃഖവും ഉത്കണ്ഠയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇങ്ങനെയല്ല നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു രാജ്യത്തിലെ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പൗരന്മാര് എന്നുള്ള നിലയിൽ ഒന്നിച്ചൊരു മനസ്സോടെ ഒരു ഹൃദയത്തോടു കൂടി മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഭിമാനം. മറ്റ് വിദേശ രാജ്യങ്ങളുടെ ഇടയിൽ പോലും അപമാനകരമാകുന്ന, നമ്മളെ അപകീർത്തിപ്പെടുത്തുന്ന ഇതേപോലെയുള്ള നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ടവര് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ വേദനയുടെ വലിയ പ്രയാസത്തിന്റെ ഈ കൂട്ടായ്മയിൽ ഇവിടെ ആയിരിക്കുമ്പോ ഇതിന് ഒരു പരിഹാരം ഉണ്ടാകണം. എത്രയും വേഗം അകാരണമായി കുറ്റം ചുമത്തപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഈ സിനിമാരെ എത്രയും വേഗം ജാമ്യം നൽകി ജയിലിൽ നിന്ന് പുറത്ത് വിടണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അത് എത്രയും വേഗം തന്നെ നടക്കട്ടെ. അതിനി കാലതാമസമില്ല. കാലതാമസം വരുന്ന ഒന്നും നീതിയല്ല. എത്രയോ വീണ്ടും താമസിക്കുമ്പോ അത് അനീതിപരമായ പ്രവർത്തനങ്ങളിലേക്ക് തന്നെ മുമ്പോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തിരുവല്ലാധിപതിനാസനം മലങ്കര കാത്തലിക് അസോസിയേഷനും മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റും സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രതിഷേധ കൂട്ടായ്മ
നിങ്ങളെല്ലാവരുടെയും പേരിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഈ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് മുഖ്യ പ്രഭാഷണം നൽകുന്നത് തിരുവല്ല അതിഭദ്രാസനത്തിലെ വൈദികനും കേരള കത്തോലിക്ക സഭയുടെ മീഡിയ കമ്മീഷന്റെ മുൻ സെക്രട്ടറിയുമായിരുന്ന ഏറെ ബഹുമാനായ സിബു ഇരുമിനിക്കലച്ചനാണ്. ഒത്തിരി സ്നേഹത്തോടുകൂടി മുഖ്യ പ്രഭാഷണത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. തിരുവല്ല അതിരൂപതയുടെ മുഖ്യ വികാരിയന്താൽ ആരാധനീയനായ ഐസക്, ഈ പ്രതിഷേധ യോഗം എന്നിവിടെ സംഘടിപ്പിക്കുന്ന മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സിറിയക്, മലങ്കര കാത്തലിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ബിജു, ആദരണീയരായ MCAയുടെയും നേതാക്കന്മാരെ, വന്യ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരീ സഹോദരന്മാർ, നമ്മൾ വഴിയെ നടന്നു പോകുമ്പോൾ ഇവിടെ ആരെങ്കിലും ഒരാൾ തളർന്നു കിടക്കുകയും അയാൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്താൽ അയാൾ എഴുന്നേൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ചെയ്യാതെ നടന്നു പോകുന്നതാണ് അയാളുടെ വിധിയെന്ന് പറഞ്ഞ് പോകുന്ന ഒരു കാലത്ത് നിന്നാണ്. അയാൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്താൽ അയാൾ എഴുന്നേൽക്കും, ജീവിക്കുമെന്ന തോന്നൽ ഉണ്ടാക്കുന്നതിന്റെ പേരാണ് മതം. അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ 5-ാം ദിവസവും ജയിലിൽ കിടക്കുന്ന 2 മലയാളികളായ സ്ത്രീകളുടെ, കന്യാസ്ത്രീകളുടെ രോദനത്തിന്റെ വ്യഥകളുടെ കഥകളാണ് ഈ തെരുവിൽ ഇത്രയും പേരെ ഒരുമിച്ച് കൂട്ടി നിർത്തുന്ന നീതിക്ക് വേണ്ടി നിലവിളിക്കാൻ ഇടയാക്കുന്നത്. ജൂലൈ മറ്റൊരു മനുഷ്യനെ കൂടി ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ്. ജൂലൈ 5-ാം തീയതിയാണ് സ്റ്റാൻ സ്വാമി അന്തരിച്ചത്. ഇന്ത്യ കണ്ട ഏറ്റവും പ്രായം കൂടിയ മാവോയിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദി എന്ന് ആരോപിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് 84 വയസ്സിൽ അന്തരിച്ച സ്റ്റാൻ സ്വാമി. അയാൾ ചെയ്തത്, നമ്മുടെ ഇത് രാജ്യമാണെന്നും മന്ത്രിയാണ് ഭരിക്കുന്നതെന്നൊക്കെ അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു, ഏതോ സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരെ, പുറത്തിറങ്ങണം. മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻ സ്വാമി അധ്വാനിച്ചത്. 3000 പേര് മാവോയിസ്റ്റുകളാണെന്ന് പറഞ്ഞ് ജയിലിലടച്ചവരുടെ മോചനത്തിന് വേണ്ടി അധ്വാനിച്ച ഒരു പ്രായമുള്ള വന്യവയോധികനെ ഭയപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രം തന്നെയാണ് നിരന്തരമായി സാധുക്കളായ മനുഷ്യരുടെ സേവനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സന്യാസിനിമാരെ കൊല്ലാനും തടങ്കിലാക്കാനും തെളിവുകളില്ലാതെ ദീർഘനാൾ തടവിൽ പാർപ്പിക്കുന്നതിനും യാതൊരു മടിയുമില്ലാതെ അധംപതിച്ച് ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറയുന്നതിന് ഇത്ര ഭയം എന്തിന്? ചെയ്യുന്നൊരു കാര്യം, ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവരുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയാത്തവൻ പിന്നെന്ത് മനുഷ്യനാണ്? അത്രയുമെങ്കിലും പറയാൻ കഴിഞ്ഞിട്ട് പോയി എവിടെന്ന് വെച്ചാൽ മരിക്കാവുന്നേ, അതുപോലും പറയാൻ പറ്റാത്ത പോയി കല്ലറയിലോ കുഴിയിലോ കിടന്നു കഴിഞ്ഞാൽ യാതൊരു സമാധാനവും മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ തെരുവിൽ ഇവിടെ നിന്ന് ഇന്ന് പറയാൻ ശ്രമിക്കുന്നത്, മനുഷ്യനാകുന്ന മാനവീകരണത്തിന്റെ അധ്വാനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന നിരന്തരമായി, ഐസകച്ചൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, മതപരിവർത്തനം ആരും ചെയ്യുന്നില്ല, മതപരിവർത്തനം ചെയ്യണം. പണ്ടേ മതത്തെ പരിവർത്തനം ചെയ്തവനാണ് ക്രിസ്തു. മതമെന്ന സങ്കല്പത്തെ തന്നെ മാറ്റിയവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ മതത്തിലേക്ക് സകല മനുഷ്യരെയും ചേർക്കണം. എന്താ കുഴപ്പം? മനുഷ്യനാകുന്നതിനെ കുറിച്ചാണ് ക്രിസ്തു സംസാരിച്ചത്. മനുഷ്യനാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപമാനവീകരണത്തിന്റെ ഒരു കാലത്ത് മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടി അധ്വാനിക്കുന്ന ഏതൊരു ശ്രമവും ആത്മീയതയാണ്. അതാണ് മതം. ഇവിടെ ഏതോ പുരാതനമായ കുറേയേറെ സംസ്കാരത്തിൽ മനുഷ്യരെല്ലാം ഒരുമിച്ച് സ്നേഹത്തിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കഴിഞ്ഞിരുന്ന ഒരു ലോകമാണ് ഇന്ത്യ എന്നാണോ നമ്മൾ ധരിക്കുന്നത്? ഒരിക്കലുമല്ല. ഒരു 10, 20, 30, 50, 60 വർഷത്തിന് പിറകിൽ ചില വഴികളിലൂടെ നടന്നാൽ മനുഷ്യനെ തല്ലിയിരുന്നു. ഉപ്പെന്ന് പറഞ്ഞതിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ടുള്ള നാടാണിത്. അത് പറയാൻ പാടില്ലാത്ത ചില ജാതിയിലുള്ളവർ. അങ്ങനെ ജാതിബോധത്തിന്റെ, മതത്തിന്റെ, വർഗത്തിന്റെ, നിറത്തിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായി മനുഷ്യനെ വേട്ടയാടുകയും അധംപതിച്ച ഒരു ഇരുണ്ട അന്ധകാരത്തിന്റെ സംസ്കാരം നിലനിൽക്കുകയും ചെയ്തിരുന്ന ഒരു നാടിന്റെ പേരാണിത്. അവിടെ നിന്നാണ് മതമെന്ന് പറഞ്ഞാൽ മനസാക്ഷിയുള്ളവനാണെന്നും ഉയർന്നു വരേണ്ട ആത്മീയ ബോധത്തിന്റെ മൂല്യം ഉൾക്കൊള്ളുന്ന ഒന്നാണെന്നും ഇവിടെ ആളുകളെ പഠിപ്പിച്ച മിഷണറിമാരുണ്ടായത്. ഇവിടെ ഏറ്റവും കൂടുതൽ പണം വാങ്ങി, ഏറ്റവും കൂടുതൽ സമ്പന്നമായ സാഹചര്യങ്ങൾ ഒരുക്കി
ഒരു സ്കൂൾ നടത്തുന്നതിന്റെ പേരിൽ ഇന്നേ വരെ ഒരു വൈദികനെയോ കന്യാസ്ത്രീയോ ഇന്ത്യയിൽ ആരെയും ആക്രമിച്ചിട്ടില്ല. ഇന്ത്യയിൽ സന്യാസിനികളും വൈദികരും ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് ആദിവാസിക്കും ദളിതനും വേണ്ടി എന്തെങ്കിലും ചെയ്തതിന്റെ പേരിൽ മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരമായി എടുത്ത് ചരിത്രം ഉണ്ടല്ലോ, വായിച്ചു നോക്ക്, പഠിച്ചു നോക്ക്. ഷാൻസ്വാമി കൊല്ലപ്പെട്ടത് 3000 പേര് മാവോയിസ്റ്റുകൾ എന്ന പേരിൽ ജയിലിൽ തള്ളിയിട്ടിരുന്ന ആളുകൾക്ക് വേണ്ടി അധ്വാനിച്ചതിന്റെ പേരിലാണ്. ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നത് ആദിവാസികൾക്ക് വേണ്ടി അധ്വാനിച്ചതിന്റെ പേരിലാണ്. ഇപ്പോഴതായി സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും 5-ാം ദിവസവും യാതൊരുവിധ മാനുഷികമായ ആനുകൂല്യങ്ങളും ഇല്ലാതെ അവിടെ കഴിയുന്നതിന്റെ ആദിവാസികളുടെ പേരിലാണ്, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിലാണ്, ദളിതർക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിലാണ്. കേരളത്തിന്റെ പോലെ വളരെ വിശാലമായൊരു സാക്ഷര സമൂഹത്തിന് ഒരുപക്ഷെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മനുഷ്യത്വഹീനമായ ഇത്തരം പ്രവൃത്തികളെ കുറിച്ച് വലിയ നിശ്ചയം ഉണ്ടാവണമെന്നില്ല. ഈ പറയപ്പെടുന്ന സന്യാസിനികൾ ഗ്രീൻ ഗാർഡൻസ് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നറിയപ്പെടുന്ന ഈ സന്യാസ സമൂഹം ചേർത്തലയിൽ സ്ഥാപിതമാണ്. 1949 ഒരു കുഷ്ഠരോഗ ആശുപത്രി അവിടെ സ്ഥാപിച്ചു. ഏകദേശം 300ഓളം കുഷ്ഠരോഗികളെ അവിടെ ചികിത്സിച്ചിരുന്നു. ഇപ്പോഴും ഒരു 10 പേര് അവിടെ ഉണ്ട്, സുഖപ്പെട്ടിട്ടും ആരും കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്ത. ഇത്രയേറെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഹിന്ദി ഭാഷയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും മതം മാറ്റിയിട്ടുണ്ടോ എന്ന് ചെന്ന് പോയി പരിശോധിച്ച് നോക്കണമെന്ന്. ഇല്ലെങ്കിൽ ഈ പ്രത്യയ ശാസ്ത്രത്തിന്റെ, ഈ പ്രത്യേക വർഗീയ വംശീയ രാഷ്ട്രീയത്തിന്റെ കുടിയടയാളം പേറി നടക്കുന്ന ഏതെങ്കിലും മനുഷ്യൻ അവിടെ പോയി പഠിച്ചു നോക്കട്ടെ. അവരുടെ ബന്ധുജനങ്ങളായി അവിടെ ചെന്ന് അന്വേഷിക്കുക, അവരിതിൽ എത്ര പേര് ക്രിസ്ത്യാനികളായി എന്ന്. എല്ലാവരും ക്രിസ്ത്യാനികളാവണം, എല്ലാവരും ക്രിസ്തുവിനെ അറിയുന്നവരാവണം. പക്ഷേ അവരെല്ലാം അടുത്തുള്ള പള്ളിയിൽ പോയി പേര് രജിസ്റ്റർ ചെയ്ത് അവിടുത്തെ ഇടവകയിൽ അംഗമാകണം എന്നതിനർത്ഥമില്ല. മികച്ച മനുഷ്യനാവുക എന്നേ അതിനർത്ഥമുള്ളൂ. എല്ലാവരെയും ദൈവത്തിന്റെ മക്കളായി തിരിച്ചറിയാൻ കഴിയുന്ന, എല്ലാവരും സമന്മാരാണെന്നും എല്ലാവർക്കും വിദ്യാഭ്യാസവും അറിവും ആതുര സേവനത്തിനും അർഹതയുണ്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യത്വത്തിന്റെ ആൾരൂപത്തിന്റെ പേരാണ് ക്രിസ്തു. ആ ക്രിസ്തുവാണ് മതമെങ്കിൽ ആ ക്രിസ്തു മതത്തിലേക്ക് സർവ്വ മനുഷ്യരും ചേരണം. അവനെ കുറിച്ച് പറയുന്നതിന്റെ പേരിൽ തൂക്കിലേറ്റപ്പെടുന്നെങ്കിൽ, കരുതൽ തടങ്കലിൽ കിടന്നെങ്കിൽ, ജാമ്യമില്ലാതെ എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും വേട്ടയാടുന്നെങ്കിൽ അത് സംഭവിക്കട്ടെ. കുഷ്ഠരോഗിയെ കണ്ടാൽ അതവന്റെ വിധിയാണെന്ന് കരുതി തള്ളി അകറ്റിയിരുന്ന ഒരു ഇരുണ്ട കാലത്തു നിന്ന് അവനെ കഴുകി വെടിപ്പാക്കി ചുംബിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തി മനുഷ്യനാണെന്ന് പറഞ്ഞ ഒരമ്മയുടെ പേരാണ് മദർ തെരേസ. അവരും ഒരു സന്യാസിനിയായിരുന്നല്ലോ. ഈ ഭാരതം അതിന്റെ പരമോന്നത രക്തം നൽകി ആദരിച്ചൊരു മനുഷ്യ സ്ത്രീയായിരുന്നു, വനിതയായിരുന്നു. അങ്ങനെയും ഒരു പാരമ്പര്യം ഈ ഭാരതത്തിനുണ്ട്. ഇപ്പോഴവരെ പറ്റി പറയുന്നത് അവർ ചാരവനിതയാണ്. ചുള്ളിക്കാട് പിറാവു പോൽ പറന്നു വന്നതാം പരമസ്നേഹമേ, ജനകനില്ലാതെ ജനനിയില്ലാതെ മതവും ജാതിയും കുലവും ഇല്ലാതെ തെരുവിൽ വാവിട്ട് കരയും കുഞ്ഞിനെ ഇരുകൈയാൽ കോരിയെടുത്ത് ചുംബിക്കും മഹാകാരുണ്യത്തിന് മനുഷ്യരൂപമേ, ഒരു വെളിച്ചത്തിൻ വിമല ജീവിതം വെറുമൊരു ചാരക്കഥയെന്നെണ്ണുന്ന തിമിരകാലത്തിന് അടിമയായി ഞാൻ നറും മുലപ്പാലിൽ അലക്കിയ നിൻ തിരുവസ്ത്രത്തുമ്പിൽ നിണം പുരണ്ടൊരൻ കരം തുടച്ചോട്ടെ. മഹാപരിത്യാഗം മറന്ന ഭാരതം മദർ തെരേസയെ മറക്കുമെങ്കിൽ മരണമല്ലയോ മഹിത ജീവിതമെന്ന്. അതും ഒരു സന്യാസിനിയാണ്. ചുക്കിച്ചുളിഞ്ഞ മുഖമുള്ള വെളുത്തവും നീലക്കരയുള്ളൊരു സാരി ഉടുത്ത ഒരു സന്യാസിനി. ഒരു വർഷം മുമ്പാണ് അവരുടെ ഒരു പ്രതിമയ്ക്ക് നേരെ കല്ലെറിഞ്ഞ് ഒരു സ്കൂൾ മുറ്റത്ത് അവരുടെ പ്രതിമയുടെ ചില്ലുകൾ തകർത്തൊരു സംഭവം ഉണ്ടായി. മദർ തെരേസയ്ക്ക് ഉള്ളത് കിട്ടി. പക്ഷേ മദർ തെരേസയുടെ പാവങ്ങൾക്കുള്ള കല്ലുകൾ ശേഖരിച്ചുകൊണ്ട് നടക്കുന്നവർ ഇപ്പോഴും നിരന്തരമായി മനുഷ്യരെ വേട്ടയാടുകയാണ്. നമ്മളിവിടെ സംസാരിക്കുന്നത് സിസ്റ്റർ പ്രീതിക്കോ സിസ്റ്റർ വന്ദനയ്ക്കോ നീതി ലഭിക്കുന്നതിന് വേണ്ടി മാത്രമല്ല. മനുഷ്യനെ കുറിച്ചുള്ള സങ്കല്പം ഏറ്റവും മോശമായി ഒരു മത സംവിധാനം രാഷ്ട്രീയ അധികാരത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ അത് എത്ര നാൾ നീണ്ടു നിൽക്കും? ഇക്കൂട്ടർ ആരെയാണ് ഭയക്കുന്നത്? ആർക്കു വേണ്ടിയിട്ടാണ് ഈ വേട്ടയാടുന്നത്? വേട്ടയും കാരണം ഇരയും ഒരുപോലെ മനുഷ്യത്വം ഇല്ലാത്തവനാണ്. മാനവീകരണമാണ് മുഖ്യം. മനുഷ്യനാകാൻ പറ്റണം. മുറിവേറ്റ് ശരീരം മുഴുവൻ ചോരയായി വിവസ്ത്രനായി ഈ ബജ്രംഗ് ദളുകാര് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ ചെന്ന്
സിസ്റ്റേഴ്സിനെ ഭേദ്യം ചെയ്തതുപോലെ, ആൾക്കൂട്ട വിചാരണ ചെയ്തതുപോലെ ഒരു മനുഷ്യനെ 12,000 വർഷം മുമ്പ് ഒരിടത്ത് നിർത്തി, ഒരു കൽത്തുറങ്കലിൽ. അയാളെ നോക്കിയിട്ട് ആ വിധി പറയാൻ നിന്നവൻ പറഞ്ഞു, ഇതാ മനുഷ്യനെന്ന്. ഈ മുറിവേറ്റ, ഈ ചോര ഒലിപ്പിക്കുന്ന, വേദനിക്കുന്ന, മനസ്സ് കൊണ്ട് പിടയുന്ന ഈ സന്യാസിനികൾ, അവരെ നോക്കി നമുക്ക് പറയാം, ഇതാ 2 മനുഷ്യ സ്ത്രീകൾ. അവർ അധ്വാനിക്കുന്നത് വഴി നടക്കാൻ പറ്റാത്ത, അക്ഷരാഭ്യാസം ഇല്ലാത്ത, നേരാവണ്ണം ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത ആദിവാസികൾക്കും ദളിതർക്കും വേണ്ടിയിട്ടാണ്. അവരുടെ ആ പ്രവർത്തനം നടത്തുന്നത് അവർക്ക് കുറേയേറെ ആളുകളെ അവരുടെ മതത്തിലേക്ക് ചേർത്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലും പോയി കുറച്ച് പണം വാങ്ങാനല്ല. അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് ഒരൊറ്റ ശക്തിയുള്ളൂ, അവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം. അവർ കണ്ട മുറിവേറ്റ ക്രിസ്തുവിനെ അവർ ഏറ്റവും അടിസ്ഥാന വർഗത്തിലുള്ള, ഏറ്റവും ഭൂമിയുടെ മടിത്തട്ടിനോട് ചേർന്ന് മല്ലിടുന്ന മനുഷ്യനിൽ അവർ കാണുന്നു. അതാണ് അവർ ചെയ്യുന്ന പാതകം. അതുകൊണ്ട് ഇത്തരം പീഡനങ്ങൾ കൊണ്ട്, ഇത്തരം മുഖം മറയ്ക്കുന്ന നാട്യങ്ങൾ കൊണ്ട്, കാപട്യങ്ങൾ കൊണ്ട്, നിരന്തരമായി പറയുന്ന നുണകൾ കൊണ്ട്, വെറുപ്പിന്റെ കടുത്ത വ്യാപാരം കൊണ്ട് ഈ നാടിനെ ഇല്ലാതാക്കാമെന്നും നിരന്തരമായി ഇതിന്റെ പണവും ആസ്തിയും കുറച്ചുപേർ വിൽക്കുകയും കുറച്ചുപേർ വാങ്ങുകയും ചെയ്തുകൊണ്ട് കൂടുതൽ കാലം ഈ അന്ധകാരത്തിന്റെ വിപണനം കൊണ്ട് ഇവിടെ ജീവിക്കാമെന്ന് കരുതുന്ന ഇത്തരം ആസുര ശക്തികളുടെ അവസാനം അവർ തന്നെ കുഴിക്കുന്ന കുഴികളിൽ അവർക്കുണ്ടാവുമെന്ന് മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും ഇപ്പോൾ തിരിച്ചറിയുന്ന കാലമാണിത്. നമുക്കറിയാം, സ്റ്റാൻ സ്വാമി ഒരു വെള്ളം കുടിക്കാൻ ജയിലിൽ പാർക്കിൻസൺസ് രോഗമുള്ളത് കൊണ്ട് സിപ്പറോ സ്ട്രോയോ ചോദിച്ചിട്ട് അത് അനുവദിക്കാൻ നമ്മുടെ പരമോന്നത കോടതിക്ക് കുറേയേറെ കാലം വേണ്ടി വന്നു. അപ്പോഴേക്കും അയാൾ മരിച്ചു. പക്ഷേ ഏതെങ്കിലും ഒരു ബോളിവുഡ് നടന്റെയോ നടിയുടെയോ മോർഫ് ചെയ്ത ചിത്രത്തിന്റെ ഉറവിടം ഏതെന്ന് കണ്ടെത്താൻ പാതിരാത്രി കോടതി കൂടിയിട്ട് അവർ വിധി പറയും. ആരൊക്കെയാണ് ഈ വിധിയുടെ, നീതിയുടെ നിയോഗം ഏറ്റെടുക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഭരണഘടന ഇവർ തെറ്റായി വ്യാഖ്യാനിക്കുന്നത്? നമ്മൾ വിശ്വസിക്കുന്നത് ഭരണഘടനയിലാണ്, നമ്മൾ വിശ്വസിക്കുന്നത് ജനാധിപത്യത്തിലാണ്, നമ്മൾ വിശ്വസിക്കുന്ന അടിസ്ഥാനപരമായ മനുഷ്യ നന്മയിലാണ്. ഇതിന്റെ പേരാണ് ആത്മീയത. ഈ നന്മ ഇല്ലാതാക്കുന്ന കടുത്ത കാലത്തിന്റെ, ഈ കെട്ടകാലത്തിന്റെ മുനമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ഉറക്കെ പറയാനുള്ളത് ഒന്ന് മാത്രമാണ്: ഇവർ നടത്തുന്ന മതപരിവർത്തനം മനുഷ്യനിലേക്കുള്ള പരിവർത്തനമാണ്. അതെല്ലാ കാലത്തും ഉണ്ടാവണം. മനുഷ്യ പരിവർത്തനത്തിന് വേണ്ടി ക്രൈസ്തവ സന്യാസിനിമാർ നിരന്തരമായി നിലകൊള്ളും. അവരതിനു വേണ്ടി സഹിക്കുന്ന പീഡനങ്ങൾക്കും അവരുടെ കഷ്ടപ്പാടുകൾക്കും അവർ കാണുന്ന ഒരൊറ്റ ന്യായമേ ഉള്ളൂ: ക്രിസ്തു. അതാണ് മനുഷ്യൻ. മനുഷ്യരായി മാറാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മതങ്ങൾ? മനുഷ്യനായി മാറാൻ സാധിക്കാത്ത ഒന്നിന്റെ പേരിൽ നിരന്തരമായി ആൾക്കൂട്ട രാഷ്ട്രീയം നടത്തുന്നതിൽ എന്ത് കഥയാണുള്ളത്? നമ്മൾ ജീവിക്കുന്നത് 2025-ലാണ്. ഒരു കുറച്ച് കിലോമീറ്റർ മുകളിലേക്ക് പോയി അവിടെ സ്പേസ് സ്റ്റേഷനിൽ താമസിച്ച് തിരികെ ആൾക്കാർ അവിടെ പച്ചക്കറി നട്ടിട്ട് തിരിച്ചു വരുന്നൊരു കാലത്ത് ഇവിടെ ഇരുന്ന് അധംപതിച്ച മനുഷ്യത്വ വിരോധമായ ഇരുട്ടിന്റെ ഇത്തരം നിഗൂഢമായ ഈ ചർച്ചകൾ, ഈ മനുഷ്യനെ നിലത്തേക്ക് മാത്രം നോക്കി നടത്താൻ പ്രേരിപ്പിക്കുന്ന ഈ ശക്തികൾ, ഇവർക്ക് ഏതുതരം ദൈവവിശ്വാസമാണ്, ഏതുതരം മതബോധമാണ് ഇവരെ നയിക്കുന്നത്? ജാതിയുടെ, വർഗത്തിന്റെ, നിറത്തിന്റെ പേരിൽ മനുഷ്യനെ പല തട്ടുകളായി നിലനിർത്തിയാൽ മാത്രമാണ് ചില സമ്പ്രദായങ്ങൾ എല്ലാ കാലത്തും ആസ്വദിക്കാനും അധികാരം നിരന്തരമായി കൈയാളാനും കഴിയൂ എന്ന വ്യക്തമായ ബോധത്തിന്റെ അടിസ്ഥാന ജനതയെ അതേ അവസ്ഥയിൽ തന്നെ അക്ഷരാഭ്യാസമില്ലാതെ നിലനിർത്തണമെന്ന നിഗൂഢമായ താല്പര്യമാണ് ഈ സന്യാസിനികളെ വേട്ടയാടുന്നതിന്റെ കാരണം, സ്റ്റാൻ സ്വാമിയെ കൊന്നതിന്റെ കാരണം, സിസ്റ്റർ റാണി മരിയെ കൊന്നതിന്റെ കാരണം, ഇപ്പോൾ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ജയിലിൽ കിടക്കുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ: അവർ പ്രവർത്തിക്കുന്നത് വലിയ സമ്പന്നർക്ക് വേണ്ടിയിട്ടല്ല, അവർ പ്രവർത്തിക്കുന്നത് വലിയ വരേണ്യവർഗത്തിന് വേണ്ടിയിട്ടല്ല, അവർ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് യാതൊരു ഉപകാരവുമില്ലാത്ത, യാതൊരു മൂല്യവുമില്ലാത്ത കുറേയേറെ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. അത്തരം മനുഷ്യരെ അവർ മനുഷ്യരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ആ ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന കടുത്ത
തിന്മയാണ് ഈ സന്യാസിനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരവരെ ചികിത്സിക്കുന്നു. എല്ലാവർക്കും ചികിത്സയുടെ ആവശ്യമില്ലല്ലോ, അതവരുടെ വിധിയല്ലേ, പിന്നെ ഇതിനെ ചികിത്സിക്കണം. എല്ലാവർക്കും അക്ഷരം പഠിക്കാനുള്ള അവകാശമില്ലല്ലോ, എന്തിനാ അവരെല്ലാം അക്ഷരം പഠിക്കുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ചിലർക്കുള്ള പ്രിവിലേജ് ആണ്. പക്ഷേ അതിനെതിരെ പടച്ചുണ്ടാക്കുന്ന വ്യാജ നറേറ്റീവുകൾ കൊണ്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളും സോഷ്യൽ മീഡിയകളും നിറയുകയാണ്. അതിനെതിരെയുള്ള ഈ സന്യാസിനിമാർ എന്തോ കടുത്ത അപരാധം ചെയ്തുവെന്ന് ഈ നാടിനെ ധരിപ്പിക്കുന്ന തരത്തിലുള്ള ചില നറേറ്റീവുകൾ കൊണ്ട് ചില പരിവാര സംഘങ്ങൾ ഈ നാട്ടിൽ അക്ഷരത്തെ വ്യഭിചരിക്കുകയാണ്. അതിനെതിരെ ഉയർന്നു നിൽക്കണം, അതിനെതിരെ പ്രതികരിക്കണം, അതിനെതിരെ പറയണം. നമ്മളാരും ആക്രമിക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷേ തെറ്റാണെന്ന് പറയുന്നത് ഒരു അപരാധമല്ല. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഇതാണ്, നമ്മുടെ പ്രതിഷേധം ഇതാണ്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി മനുഷ്യ സേവനത്തിന് വേണ്ടി നിരന്തരമായി അധ്വാനിക്കുന്ന രണ്ട് സന്യാസിനികളെ യാതൊരു പ്രകോപനവും ഇല്ലാതെ അവരെ നിരന്തരമായി പീഡിപ്പിക്കുന്ന, മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യാവുന്ന അധികാരം കൈയാളുന്ന രാഷ്ട്രീയ ശക്തികൾ, അവർ അതിനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ടിക്കറ്റ് എക്സാമിനറൊക്കെ ബജ്രംഗ് ദളിനോട് വിളിച്ചു പറഞ്ഞിട്ട് ടിക്കറ്റ് പരിശോധിപ്പിക്കാൻ തുടങ്ങിയത്? ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഈ പരിവാര സംഘങ്ങൾ അവരുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യാനും പോലീസ് സ്റ്റേഷനുകൾ കൈകാര്യം അവിടെ ആൾക്കൂട്ട വിചാരണ ചെയ്യാനുമുള്ള അവകാശ അധികാരങ്ങൾ ആർക്ക് എന്ന് എവിടെ വെച്ചാണ് കൊടുത്തത്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന അടിസ്ഥാനപരമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും മനുഷ്യനെ നിരന്തരം മനുഷ്യനാക്കുന്ന കർമ്മങ്ങളിൽ നിരന്തരം നാം ഇടപെടും. അതാണ് ക്രിസ്തീയത, അതാണ് മനുഷ്യത്വം. മനുഷ്യന് വേണ്ടിയിട്ടാണ് ക്രിസ്തു മനുഷ്യനായി പിറന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കുറെ കാലമായി പരിപാടി തുടങ്ങിയിട്ട്, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഇതിലും വലിയ ക്രൂരന്മാരായ മനുഷ്യർ ഭരിച്ചിരുന്ന ഇടങ്ങളിലും മനുഷ്യർക്ക് വേണ്ടി നിലപാടുകൾ എടുത്തിട്ടുണ്ട്, അടിസ്ഥാന ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ ആതുരാലയങ്ങൾ നടത്തിയിട്ടുണ്ട്, വിദ്യാഭ്യാസം നടത്തിയിട്ടുണ്ട്, വിദ്യാഭ്യാസം ആവശ്യമുള്ളവരെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് നിരന്തരം ചെയ്യും. ആരെയും ഭയപ്പെട്ട് നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോവുകയില്ല. ഈ സന്യാസിനികൾക്ക് വേണ്ടി ഈ ചെറിയ സ്ഥലത്ത്, ഈ ചെറിയ പട്ടണത്തിൽ, ഈ ചെറിയ ഭാഷയിൽ കുറേയേറെ ആളുകളില്ലാത്ത ഈ ചെറിയ നാട്ടിൽ നിന്നുകൊണ്ട് നാം ശബ്ദമുയർത്തുന്നത് നീതിക്ക് വേണ്ടിയാണ്, സമത്വത്തിന് വേണ്ടിയാണ്, ഭരണഘടനയ്ക്ക് വേണ്ടിയാണ്, മനുഷ്യത്വത്തിന് വേണ്ടിയാണ്. ആ കർമ്മം നമ്മൾ നിരന്തരം നിർവഹിക്കുമെന്ന് ഉറക്കെ പറയുന്നതിന് തിരുവല്ലയിലെ ഈ ചെറിയ പരിസരം ഉപകാരപ്പെടുമെങ്കിൽ അതിനുവേണ്ടി ഇത്രയേറെ ആർജവം കാണിച്ച മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തെയും MCയെയും അനുമോദിക്കുന്നതിന് ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന് ഉദ്ഘാടനം ചെയ്ത ഐസക് അച്ഛൻ പറഞ്ഞതുപോലെ ഈ സന്യാസിനികൾക്ക് നീതി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും, നമ്മുടെ എല്ലാവരുടെയും ചിന്തയും, നമ്മുടെ എല്ലാവരുടെയും അധ്വാനവും നിരന്തരമായ മാനവീകരണത്തിന് വേണ്ടി സമർപ്പിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ക്രൈസ്തവ ബോധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ലോകത്തുള്ള സകല മനുഷ്യരും തുല്യരാണെന്നും എല്ലാവർക്കും ആതുര സേവനവും, എല്ലാവർക്കും വിദ്യാഭ്യാസവും, എല്ലാവരും മനുഷ്യരാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ഇനിയും മനുഷ്യനുള്ളിടത്തോളം കാലം നമ്മൾ നിലപാടുകൾ എടുക്കുമെന്നും ഒരു ശക്തിക്കും നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ലെന്നുമുള്ള ഉറച്ച പ്രതിജ്ഞയോടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. വളരെ ശക്തമായ ഭാഷയിൽ ഈ ഒരു വലിയ പ്രശ്നത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തന്ന നമ്മുടെ അധിപതിരാസനത്തിലെ ബഹുമാനപ്പെട്ട സുബുവിന് പുനിക്കലച്ചൻ കഴിഞ്ഞ 3 വർഷക്കാലമായി കേരള സംസ്ഥാനത്ത് നടപാടിയിലുള്ള എല്ലാ അനീതിക്കെതിരെയും വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുള്ളതായ ബഹുമാനപ്പെട്ട സുബു അച്ഛന്റെ അനുഗ്രഹീതമായ വാക്കുകൾക്ക് ശക്തമായ പ്രതിഷേധത്തിന് നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ സെക്രട്ടറി ആദരണീയനായ അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ബഹുമാന്യനായ ഐസക് അച്ഛനും ഇരുപനിക്കൽ അച്ഛനും ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠരെ, MCYM-ന്റെയും മലങ്കര MCAയുടെയും മലങ്കര കാത്തലിക് അസോസിയേഷന്റെയും ചുമതലക്കാരെ, ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാന്യരും പ്രിയരുമായ ഏവരും, ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ സംരക്ഷണത്തിന് വേണ്ടിയല്ല.
ഞങ്ങൾ കൂടി വന്നിരിക്കുന്നത് ക്രിസ്തു ഞങ്ങൾക്ക് നൽകിയ മൂല്യബോധത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. എന്നാൽ ഈ കൂടിവരവിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നാം വളരെ ആദരവോടെ കാണുന്ന, മൂല്യത്തോടെ കാണുന്ന ഭാരതത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും അത് സംരക്ഷിക്കുന്നതിനും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിനും ഈ രാജ്യം എന്നൊരു മതേതരത്വ ജനാധിപത്യ രാഷ്ട്രമായി തുടരുന്നതിനും ഞങ്ങളെ തന്നെ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഐസക് അച്ഛനും ഇരുമിനിക്കൽ അച്ഛനും ഒക്കെ സംസാരിച്ചതുകൊണ്ട് പ്രശ്നത്തിന്റെ ഗൗരവ സ്വഭാവം നിങ്ങൾക്ക് കൃത്യമായി അറിയാം എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു സംസാരത്തിന് തയ്യാറാകുന്നില്ല. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളോട് ഭരണകൂട ഭീകരതയുടെ ഭാഗമായി ഇടപെട്ടത് മനസ്സിലാക്കുന്ന നമുക്കറിയാൻ കഴിയുന്ന ചില സത്യങ്ങളുണ്ട്. ഈ രാഷ്ട്രത്തെ ഇങ്ങോട്ട് കൊണ്ടുപോകുവാനാണ് ഇവർ ശ്രമിക്കുന്നത്. അവിടെ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിന് കാരണം പറഞ്ഞത് അവർ കൊണ്ടുപോയ യുവതികളുടെ ID കാർഡ് പരിശോധിച്ചപ്പോൾ അവരുടെ പേരുകൾ കണ്ടപ്പോൾ ഹിന്ദു പേരുകളാണ് എന്ന് തോന്നി. രണ്ടാമത് അവർ സിന്ദൂരം ധരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പേടിക്കുകയാണ്, ഞാനേതെങ്കിലും അച്ഛന്മാരുടെയോ കന്യാസ്ത്രീകളുടെയോ കൂടെ പോയാൽ അവരെ അറസ്റ്റ് ചെയ്യുന്ന ഗതികേടാണ്. കാരണം എന്റെ പേര് പ്രകാശ് എന്നാണ്. പേര് നോക്കി മതം നിശ്ചയിക്കുന്ന ദുരവസ്ഥയിലേക്ക് ഈ രാഷ്ട്രവും ഭരണാധികാരികളും അധപ്പതിച്ചു എന്ന് പറയുമ്പോൾ എത്ര ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് ചിന്തിക്കണം. അത് മാത്രമല്ല, ആ 2 കന്യാസ്ത്രീകളെ 2 പോലീസുകാർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നാം കാണുന്നുണ്ട്. 2 പുരുഷന്മാരാണ് കന്യാസ്ത്രീകളെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. സാധാരണ സ്ത്രീകൾക്ക് ലഭ്യമാകേണ്ട നീതി പോലും ലഭിക്കുന്നവരെ അവരുടെ ദുരവസ്ഥയിൽ നിന്ന് മാറ്റി ജനമാക്കി ഉയർത്തുവാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ അവരെ ക്രൂശിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. ആ 2 കന്യാസ്ത്രീകളെ മാത്രമല്ല, ഭാരതത്തിലെ മുഴുവൻ കന്യാസ്ത്രീകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്താലും, മുഴുവൻ അച്ഛന്മാരെയും മെത്രാച്ചന്മാരെയും അറസ്റ്റ് ചെയ്താലും, ക്രൈസ്തവ വിശ്വാസികളെ അറസ്റ്റ് ചെയ്താലും ഈ വിശ്വാസത്തെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണെന്ന് വിശ്വസിക്കുന്ന മഹത്തരമായ ദർശനത്തിലൂടെ മുൻപോട്ട് പോകുന്നവരാണ് ഞങ്ങൾ. ക്രൂശിൽ ചോര ഒഴുക്കിയവന്റെ പിൻഗാമികളാണ് ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ആദിമ ക്രൈസ്തവ സമൂഹത്തെ ഡയക്ലീഷ്യൻ ഉൾപ്പെടെയുള്ള ക്രൂര ചക്രവർത്തിമാർ പീഡിപ്പിച്ചപ്പോൾ സഭയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാരതത്തിലാണെങ്കിലും ക്രൈസ്തവ സമൂഹത്തെ പീഡിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ എണ്ണം കുറയുകയില്ല, എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾ ഒരു വിശ്വാസിയെ, ഒരു സന്യസ്തരെ നിങ്ങൾ പീഡിപ്പിക്കുമ്പോൾ ആ ഒരു പീഡനം കണ്ടുകൊണ്ട്, ആ സാക്ഷ്യം കണ്ടുകൊണ്ട് 100 കണക്കിന് പേരുകൾ ഈ വിശ്വാസത്തിലേക്ക് വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ പലരും പറയുന്നത് ക്രൈസ്തവ സഭയുടെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരെ, ക്രൈസ്തവ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരെ, ക്രൈസ്തവ സമൂഹത്തിന്റെ സേവനങ്ങൾ കൈക്കൊള്ളുന്നവരെ ഒക്കെ ഞങ്ങളൊക്കെ ക്രിസ്ത്യാനികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഈ ശബ്ദം കേൾക്കുന്ന വിവിധ ജാതി മതങ്ങളിലും രാഷ്ട്രീയങ്ങളിലും പെട്ടവരുണ്ട്. അവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ക്രൈസ്തവ സമൂഹം അവരുടെ പരിവർത്തനത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനം തുടങ്ങിയിട്ട് കാലമെത്രയായി? ഈ രാഷ്ട്രം ഈ രൂപത്തിലേക്ക് മാറിയത് ആരുടെ പ്രവർത്തന ഫലമായിട്ടാണ്? ഭാരതത്തിന്റെയും കേരളത്തിന്റെയും നവോത്ഥാന നായകന്മാരാരാണ്? ഒരു കാലഘട്ടത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്നപ്പോൾ ക്രൈസ്തവ സഭയുടെ സ്ഥാപനങ്ങളിൽ ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവരെയും ഇവിടെ ഒരുമിച്ചിരുത്തി, ഒരുമിച്ച് പഠിപ്പിച്ച്, ഒരുമിച്ച് ആഹാരം കഴിച്ച് കൊണ്ടുപോയപ്പോൾ അവർക്ക് മനസ്സിലായി പരസ്പരം തൊട്ടാൽ പ്രശ്നമുണ്ടാകത്തില്ലെന്ന്. അതുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ നവോത്ഥാനം ക്രൈസ്തവ സമൂഹത്തിന്റെ സംഭാവനയാണ്. ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ ക്രൈസ്തവ സമൂഹം ചെയ്തത്രയും നന്മകൾ മറ്റാരും ചെയ്തുവെന്ന് പറയാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ എണ്ണവും ഞങ്ങൾ നൽകിയ കോൺട്രിബ്യൂഷൻസും വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. ഇനി ഒന്നുകൂടെ ചോദിച്ചുകൊള്ളട്ടെ, ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ പഠിച്ചവർ, ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, തിരുവല്ല തന്നെ എടുത്താൽ നമുക്കറിയാം എത്ര ക്രൈസ്തവ വിദ്യാലയങ്ങളുണ്ട്,
ഇവിടെ പഠിച്ചവർ മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാരും ക്രിസ്ത്യാനികളായാലേ. LK അദ്വാനി നമ്മുടെ മുൻ ഉപപ്രധാനമന്ത്രി തിരുവല്ലയിൽ വന്ന് പ്രസംഗിച്ചതാണ്. അദ്ദേഹം പഠിച്ച ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിലാണ്. എന്നിട്ട് അദ്ദേഹം ക്രിസ്ത്യാനിയായില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓടിച്ചിട്ട് പിടിച്ച് ക്രിസ്ത്യാനികളാക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. നിർബന്ധിത മതപരിവർത്തനം ഞങ്ങൾക്കില്ല. ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത് ഈ സ്നേഹത്തിന്റെ സുവിശേഷം ലോകത്തെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. താല്പര്യമുള്ളവൻ മാത്രം ഇതിലേക്ക് വന്നാൽ മതി. പിന്നെ നിങ്ങൾ ചോദിക്കും, ഈ കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ കേരളത്തിൽ നിന്ന് അങ്ങ് ദൂരെ പോയി അവരുടെ കുടുംബാംഗങ്ങളെ വിട്ടിട്ട് എല്ലാ സുഖസൗകര്യങ്ങളും ത്യജിച്ചിട്ട് എന്തിനാണ് ഇവരിങ്ങനെ കഷ്ടപ്പെടുന്നത്? ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചതാണ്. ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് ചെയ്യുന്നത് ദൈവത്തിന് ചെയ്യുന്നു എന്ന മഹത്തരമായ ദർശനം, മാനവസേവ മാധവസേവ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ തരുന്ന പ്രതിഫലത്തിനോ ആരെങ്കിലും മാറ്റുവാനല്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇത്രയും കാലം ക്രൈസ്തവ സഭ ഈ രാജ്യത്തെ പ്രവർത്തിച്ചിട്ടും ഇന്ന് ഞങ്ങളുടെ ജനസംഖ്യ 2.5% ഒതുങ്ങുന്നുവെങ്കിൽ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഞങ്ങൾ ആരെയും മതം മാറ്റുവാൻ തയ്യാറല്ല. ഞങ്ങൾ അതിനുവേണ്ടി പോകുന്നില്ല. എന്നാൽ ഭരണഘടന ഉറപ്പു നൽകുന്നൊരു അവകാശമുണ്ട്. ഞാൻ ഇന്നൊരു പാർട്ടിക്കാരനായിരിക്കും, നാളെ ഞാൻ വേറൊരു രാഷ്ട്രീയക്കാരനായിരിക്കും. നമ്മുടെ പാർലമെന്റിലും അസംബ്ലിയിലുമൊക്കെ നമ്മൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടവർ കൂറുമാറി അങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തും ചാടുന്ന സാഹചര്യത്തിൽ എനിക്ക് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറി മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നാളെ എനിക്ക് മറ്റൊരു ഇരുമിനിക്കലച്ചൻ പറഞ്ഞതുപോലെ അവൻ അക്ഷരം പഠിക്കണം, അവന്റെ അവകാശങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവനാകണം. അവൻ മുഖത്ത് നോക്കി നീ എനിക്ക് നീതി നിഷേധിക്കുന്നത് എന്തേ എന്ന് ചോദിക്കുവാൻ കേൾക്കുന്നവനായിട്ട് മാറണം. ആ നിലയിലേക്ക് അവനെ മാറ്റുക ഞങ്ങളുടെ ലക്ഷ്യമാണ്. ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അതുമായി മുൻപോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പീഡനത്തിന്റെ ഓലപ്പടക്കങ്ങൾ കൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താമെന്ന് കരുതിയാൽ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ ജീവിക്കുന്നിടത്തോളം കാലം ഈ വിശ്വാസത്തോടെ മുൻപോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ദൈവനാമത്തിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് സാന്നിധ്യം കൊണ്ടും പ്രതികരണങ്ങൾ കൊണ്ടും എല്ലാ സാമൂഹ്യ വിഷയങ്ങൾക്കും ക്രൈസ്തവർക്കെതിരെയുള്ളതായ എല്ലാ അക്രമങ്ങൾക്കും കുറെ നാളുകളായിട്ട് വളരെ ശക്തമായ ഭാഷയിൽ മീഡിയയിലൂടെയും മറ്റ് സംവിധാനങ്ങളിലൂടെയും ശക്തമായ പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ സെക്രട്ടറി ആദരണീയനായ അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് സാറിനുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ പ്രതിനിധീകരിച്ച് ബദനി സന്യാസിനി സമൂഹത്തിലെ ബഹുമാനപ്പെട്ട സിസ്റ്റർ സാഫല്യ SAC ഇപ്പോൾ പ്രതിഷേധം അറിയിച്ച് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട സിബുവച്ച, ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, തിരുവല്ല രൂപതയുടെ MCA, MCYM ഭാരവാഹികളെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുമേ, നമ്മൾ ഈ ദിവസങ്ങളിലായി വളരെ വേദനാജനകമായ ഒരു വാർത്തയിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ഇവിടെ മുമ്പ് പ്രസംഗിച്ച എല്ലാവരും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും എല്ലാം പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞങ്ങൾ സന്യസ്തർ ഈ സന്യാസ വസ്ത്രം ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനോടുള്ള സമർപ്പണത്തിന്റെ പ്രതീകമായിട്ടാണ്. ഈ പ്രതീകം കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതുപോലെ ചുറ്റുമുള്ള ഈ സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യുവാനുമായിട്ടാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ജീവിക്കുവാനോ ഞങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിച്ച് ജീവിക്കുവാനും ഞങ്ങൾ പഠിച്ച് നല്ല ജോലി സമ്പാദിക്കുവാനും നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനും നിങ്ങൾക്ക് അറിയാമെന്നാനിട്ടല്ല. പക്ഷേ ഈ സമൂഹത്തിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി, പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ജീവിക്കുവാൻ ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ച ഒരു സ്നേഹ ജീവിതമുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അത് ഏറ്റെടുക്കുമ്പോൾ അതിന് പിന്നിൽ ദൈവത്തിന്റെ ശക്തമായ കരം ഞങ്ങളോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ കയ്യിൽ മാരകായുധങ്ങളോ കൊടുവാളോ ഒന്നുമില്ല. ഞങ്ങളുടെ കയ്യിലുള്ളത് ദൈവത്തിന്റെ ജീവനുള്ള വചനവും കർത്താവിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ
ജപമാലയും മാത്രമാണ് ഞങ്ങൾക്ക് ആയുധമായിട്ടുള്ളത്. അതാണ് ഞങ്ങളുടെ ശക്തി, അതാണ് ഞങ്ങളുടെ ബലം. ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ വിശക്കുന്നവർക്ക് അപ്പം കൊടുക്കുന്നതും ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നതും പാർപ്പിടമില്ലാത്തവരെ സംരക്ഷിക്കുന്നതും നഗ്നരെ ഉടുപ്പിക്കുന്നതുമൊക്കെയാണോ ഞങ്ങൾ ചെയ്യുന്ന മതപരിവർത്തനം? പ്രിയമുള്ളവരെ, ക്രിസ്തു പഠിപ്പിച്ച ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ അതൊന്നും മതപരിവർത്തനമല്ല. പിന്നെയോ പ്രിയപ്പെട്ട ഐസക് അച്ഛനും സിബു അച്ഛനും ഒക്കെ പറഞ്ഞതുപോലെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ, മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ മാത്രം ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരും ഇതിനു വേണ്ടി, ഇതിന്റെ പ്രതിഷേധം അറിയിക്കുവാൻ വേണ്ടി കൂടി വന്നിരിക്കുന്നവരാണ്. ഞങ്ങൾ സന്യസ്തർ ഇവിടെ കൂടുതൽ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ സന്യസ്തരായ എല്ലാവരുടെയും പേരിലുള്ള പ്രതിഷേധവും ഈ സമയത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇത് സംഘടിപ്പിച്ച MCA, MCYM ഭാരവാഹികളോട് ചേർന്നിരുന്നുകൊണ്ട്, അവരുടെ പ്രതിഷേധങ്ങളോട് ചേർന്നിരുന്നുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധവും ഈ സമയം പ്രത്യേകമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സന്യസ്തരെയും പ്രതിനിധീകരിച്ച് വളരെ ശക്തമായ ഭാഷയിൽ പ്രതിഷേധം അറിയിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ സാഫല്യയോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മലങ്കര കാത്തലിക് അസോസിയേഷൻ തിരുവല്ല ആധിപത്യരാശ്രമത്തിന്റെ പ്രസിഡന്റ് ശ്രീ ബിജു ഭാരതിങ്കൽ ചുരുങ്ങിയ വാക്കുകളിൽ പ്രതിഷേധ വാക്കുകൾ അറിയിക്കുന്നു. ഈ യോഗം ചെയ്ത ബഹുമാനപ്പെട്ട തിരുവല്ല ആധിപത്യരാശ്രമത്തിന്റെ മുഖ്യ വിജ്ഞാന ഐസക് അച്ഛ, മുഖ്യ പ്രഭാഷണം നടത്തിയ ബിന്ദു അച്ഛ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, സന്യസ്തരെ, ആത്മായ നേതാക്കന്മാരെ, ഇന്നിവിടെ പ്രതിഷേധ ജ്വാലയുടെ വിശദാംശങ്ങളെ പറ്റി വളരെയേറെ സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ സിസ്റ്റേഴ്സിനുണ്ടായ ഹീനമായ പീഡനത്തിനെതിരെ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും അവരുടെ സുവിശേഷ ധർമ്മവുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി ഛത്തീസ്ഗഡിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിച്ചെന്നപ്പോൾ അവരെ അവിടെ ബജ്രംഗ് എന്ന് പറയുന്ന സംഘടനയിലെ നേതാക്കന്മാർ അവരുടെ ബാഗുകൾ പരിശോധിക്കുകയും അവരുടെ പേരുകൾ ചോദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരെ ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നാം കണ്ടത്. ഈ രാജ്യം നൽകുന്ന ഭരണഘടന, ഈ രാജ്യം നിന്ന് മതമൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന ഒരു സംഭവമായാണ് നമ്മൾ കാണുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇത് കരുതിക്കൂട്ടി കാലാകാലങ്ങളിലായി ഈ സംഭവങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ പ്രതിഷേധ ജ്വാലയുടെ അറിയിക്കുന്നു. നാളെ കത്തോലിക്ക സഭ തിരുവനന്തപുരത്ത് വൻപിച്ച പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കുന്നു. ഇത് ഈ പ്രതിഷേധയാൽ ഇതൊരു സൂചന മാത്രമാണ്. ക്രൈസ്തവ സമൂഹത്തോടുള്ള വെല്ലുവിളികൾ ഇനി ആവർത്തിക്കപ്പെട്ടാൽ നമുക്ക് മാറി നിൽക്കാനായി സാധിക്കത്തില്ല. സമൂഹത്തിലെ അടിച്ചമർത്തപ്പെടുകയും പാവപ്പെട്ടവർക്ക് വേണ്ടി അത്താണിയായി മാറുന്ന പുരോഹിതരെയും സന്യസ്തരെയും ആക്രമിക്കപ്പെട്ടുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തെ തെരഞ്ഞെടുപ്പിച്ച് ആക്രമിക്കപ്പെടുന്ന ഈ അവസ്ഥ അവസാനിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ ജാലയ്ക്ക് എല്ലാവിധമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലങ്കര കത്തോലിക്ക സഭയുടെ യുവജന പ്രസ്ഥാനമായ MCYM-ന്റെ അധിപത്യരാശ്രമ പ്രസിഡന്റ് ശ്രീ സിറിയൽ വി ജോൺ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രതിഷേധ വാക്കുകൾ അറിയിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത തിരുവല്ല ആധിപത്യരാശ്രമത്തിന്റെ മുഖ്യ വികാരി ജനറൽ വിഷയം അവതരിപ്പിക്കുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്ത KCBC-യുടെ മുൻ മീഡിയ സെക്രട്ടറി സിബു ഇരുമേങ്കിലച്ച, KCC-യുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട പ്രകാശ് സർ, MCA-യുടെ പ്രസിഡന്റ് ശ്രീ ബിജു പാലത്തിങ്കൽ, MCA, MCYM ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കോവിഡ് കാലഘട്ടം 7-8 മണിക്കൂർ മാത്രം ജോലി ചെയ്ത സ്ത്രീകൾ 24, 48, 72 മണിക്കൂർ ജോലി ചെയ്ത് അവര് സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്തപ്പോൾ ആ ഒരു കൂട്ടം ആളുകളെ, നേഴ്സുമാരെ സമൂഹം മാലാഖ എന്ന അഭിസംബോധന ചെയ്തു. രാജ്യം തീവ്ര ആക്രമണങ്ങൾക്ക് ഇടയാകുമ്പോൾ അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യാക്രമണങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്ന രാജ്യത്തിന്റെ വീരപുത്രന്മാരെന്ന് പട്ടാളക്കാരെ സൂചിപ്പിക്കുകയും ചെയ്തു.
എന്നാൽ ഇതിനു മുന്നേയും ഇപ്പോഴും ഇനിയും മുൻപോട്ടും ഞങ്ങൾക്കും ഒരു കൂട്ടം ജനതയാണ് ക്രിസ്തീയ സന്യാസിനികൾ. ഇന്ന് ഇവിടെ ഈ ഒരു വിഷയം സന്യാസിനികൾക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, നിങ്ങളൊരുവർക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴല്ലേ നിങ്ങൾ ശബ്ദിച്ചത്? ശരിയാണ്, പക്ഷെ യാഥാർത്ഥ്യം അതാണോ? നിങ്ങൾ തന്നെ ആ വാർത്ത ഒന്ന് പരിശോധിക്കുക. സന്യാസിനികൾ ഒരു പ്രശ്നമാക്കിയത് കൊണ്ടോ അല്ല. ഇന്ത്യ എന്ന ഭരണഘടന എല്ലാവർക്കും നൽകുന്ന നിയമം, എല്ലാവർക്കും നൽകിയിരിക്കുന്ന നീതി നിഷേധിക്കപ്പെട്ട് 4-5 ദിവസമായി ഇരുട്ടറകളിൽ കഴിയുന്ന ഈ ജനതയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്ന 2 മനുഷ്യർക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്, പ്രതിഷേധമാണ് ഇവിടെ ഉയരുന്നത്. മലയാളികളായ 2 ക്രൈസ്തവർ ഭാഷ പോലും അറിയാതെ സ്വന്തം മാതാപിതാക്കളെയും നാടിനെയും വിട്ട് അവിടെ ചെന്ന് സേവനം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, അത് ഒരു തരത്തിലും സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കുവാനല്ല. പാവപ്പെട്ട ഒരു കൂട്ടം ജനതയെ, ദളിതരെ സേവിച്ചുകൊണ്ട് എന്ത് സാമ്പത്തിക നേട്ടമാണ് അവർക്ക് നേടുവാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ എവിടെയാണ് ഒരു വോട്ട് ബാങ്ക് രൂപീകരിച്ച് അവർക്ക് മത്സരിച്ച് മന്ത്രിയോ രാഷ്ട്രപതിയോ ആയി മാറാൻ സാധിക്കുന്നത്? ഒന്നുമല്ല, വെറും സ്നേഹം മാത്രം, കറയില്ലാത്ത, കലർപ്പില്ലാത്ത സ്നേഹം മാത്രം നൽകുന്ന ഒരു കൂട്ടം വനിതകളാണ് സന്യാസിമാർ. അവർക്കുണ്ടായ ഈ ഒരു വേദന, അവരനുഭവിക്കുന്ന ഈ ഒരു യാതന പ്രതിഷേധാർഹമാണ്. ഇത് ഇന്ന് ആ വനിതകൾക്കുണ്ടായെങ്കിൽ നാളെ ക്രിസ്തീയ നാമധാരി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും നാളെ വന്നു ഭവിക്കാവുന്നതാണ്. മതേതര ജനാധിപത്യം ഉയർത്തിക്കാണിക്കുന്ന നമ്മുടെ ഈ ഒരു നാട്ടിൽ നമ്മുടെ കൂടെ മതം മറന്നുകൊണ്ട് സ്നേഹത്തോടെ നമ്മുടെ മറ്റു മതസ്ഥരെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അതിന്റെ പേരിൽ നമ്മൾ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ എന്ത് മതേതരത്വമാണ് നമുക്ക് ഉയർത്തിക്കാട്ടുവാൻ സാധിക്കുന്നത്? എന്ത് സ്നേഹമാണ്, അല്ലെങ്കിൽ എന്ത് ഐക്യദാർഢ്യമാണ് നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത്? ഇന്ന് നടന്ന ഈ ഒരു നീതി നിഷേധം ആവർത്തിക്കാൻ പാടുള്ളതല്ല. ഒരിക്കലും ഇത് നമ്മൾ ചൂടുകയറ്റാൻ പാടുള്ളതല്ല. അത് ഈ മുളയിലെ തന്നെ നുള്ളിക്കളയുക. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വിത്ത് വിതയ്ക്കുന്ന ക്രിസ്തീയ സന്യാസിനിമാരെ പോലെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ഇതിന് പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ: ഞങ്ങൾ തുടർന്നും സ്നേഹിക്കും. ഞങ്ങളിൽ പാവപ്പെട്ടവരെയും ഞങ്ങളോടൊപ്പം ഉള്ളവരെയും ഞങ്ങളെക്കാട്ടിലും ശേഷിയുള്ളവരെയും സ്നേഹിക്കും, കൂട്ടി നിർത്തും, അവരെ സഹായിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ കാണിക്കുകയില്ല. ഞങ്ങളുടെ ഈ ഒരു സന്യാസിനിമാർക്കുണ്ടായിരിക്കുന്ന വേദന അപലപനീയമാണ്. ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. ശക്തമായി അവർക്ക് വേണ്ടി ഞങ്ങൾ പോരാടുകയും ചെയ്യുന്നു. ഈ തിരുവല്ല പട്ടണത്തിൽ ഈ ഒരു ചെറിയ ദേശത്ത് ആ കന്യാസ്ത്രീമാർ സംസാരിച്ച ഭാഷയിൽ ചെറിയൊരു കൂട്ടം ആളുകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, നാളെ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഓർക്കുക, ചെറിയ വാക്കുകൾക്ക് പോലും വലിയ വിലയുണ്ട്. നിങ്ങൾ ചെയ്ത ഈ ചെറിയ തെറ്റിന് പോലും വലിയ വില നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഈ പ്രതിഷേധം ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു സൂചന മാത്രമാണ്. നാളെ ഞങ്ങൾ ഇതിലും വലിയ പ്രതിഷേധമായി ഇറങ്ങുമ്പോൾ ചിലപ്പം അതിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ കരുതൽ നിങ്ങൾ ചേർത്ത് നിർത്തുക. ഞങ്ങളുടെ പ്രതിഷേധം നിങ്ങൾ കാണാതിരിക്കട്ടെ. നിങ്ങൾ മാലാഖമാരായിട്ട് പലപ്പോഴും കാണുന്നത് സ്നേഹവും സമാധാനവും വിതയ്ക്കുന്നവരാണ്. ഞങ്ങൾക്കറിയാം, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന അഗ്നി തേജസ്സുള്ള മാലാഖമാരെ പറ്റി അറിയുന്നവരാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ. ഞങ്ങളുടെ പ്രതിഷേധം ഒരിക്കലും വെള്ളയുടുപ്പിട്ട് ഈ മാലാഖമാർക്ക് ഐക്യദാർഢ്യം നൽകുമ്പോൾ സമാധാനപരമായി മാത്രമാണ് ഉദ്ദേശിക്കരുത്. ഞങ്ങളുടെ ഉള്ളിൽ എരിയുന്ന തീയുണ്ട്. ആ കനലിൽ വെന്തു ചാമ്പലാവാതെ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ നമുക്ക് ജീവിക്കാം. നല്ലൊരു തലമുറയെ നമുക്ക് പടുത്തുയർത്താം. ഐക്യദാർഢ്യവും മനുഷ്യ സ്നേഹവും മതസൗഹാർദ്ദവും ഉണ്ടാവുന്ന നല്ലൊരു നാളെയിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുന്നു. എല്ലാവിധ ഐക്യദാർഢ്യവും ഈ ഒരു പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നൽകുന്നു. നന്ദി, നമസ്കാരം. കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ സഭാതല തിരുവല്ലാധിപതിരാസനത്തിന്റെ മുൻ പ്രസിഡന്റും ഇപ്പോൾ എംസിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായിരിക്കുന്ന ശ്രീ എജി പറപ്പാട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രതിഷേധം അറിയിക്കുന്നു. ഏറെ ബഹുമാന്യനായ തിരുവല്ല അതിരൂപതയുടെ മുഖ്യ വികാരി ജനറൽ ഐസക് പറപ്പള്ളിലച്ച,
ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ KCBCയുടെ മുൻ മീഡിയ കമ്മീഷന്റെ ചെയർമാൻ ആദരണീയനായ സിബു ഇരുമ്പരിക്കലച്ച, KCCയുടെ ആദരണീയനായ സെക്രട്ടറി പ്രകാശ് പി തോമസ് സാറ്, മലങ്കര കാത്തലിക് അസോസിയേഷന്റെയും മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെയും ബഹുമാന്യരായ ഭാരവാഹികൾ, ആദരണീയരായ വൈദിക ശ്രേഷ്ഠർ, സ്നേഹനിധികളായ സന്യാസിനികൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ സന്ധ്യാസമയത്ത് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഈ തിരുവല്ലയുടെ നടുമുറ്റത്ത് എത്തി നിൽക്കുമ്പോൾ വേദന നിറഞ്ഞ ഹൃദയത്തോടെ, അതിലേറെ ശക്തമായ പ്രതിഷേധത്തോടു കൂടിയാണ് ഈ ചെറിയ സമൂഹം ഇവിടെ ആയിരിക്കുക. രാജ്യത്ത് മതവർഗീയവാദികൾ രാജ്യത്തിന്റെ ഭരണഘടനയെയും രാജ്യത്ത് നിലനിൽക്കുന്ന മതേതരത്വത്തെയും ജനാധിപത്യത്തെയും തടങ്കിലാക്കപ്പെട്ടതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു സമ്മേളനം നടക്കുന്നത്. ഛത്തീസ്ഗഡിൽ 2 സന്യാസിനിമാരല്ല തടങ്കിലാക്കപ്പെട്ടത്. ഛത്തീസ്ഗഡിൽ തടങ്കിലാക്കപ്പെട്ടത് ഈ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടനയാണ്. ഈ രാജ്യത്തിന്റെ മഹത്തായ മതേതരത്വ പാരമ്പര്യമാണ് ഛത്തീസ്ഗഡിൽ തടങ്കിലാക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ കാലങ്ങളായി ക്രൈസ്തവ സമൂഹത്തിന് മേലെ ഉയർത്തുന്ന വലിയ ആരോപണം മതപരിവർത്തനത്തിലൂടെ അന്യമതസ്ഥരെ ക്രിസ്തു മതത്തിലേക്ക് സ്വീകരിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന BJPയുടെയും ബജറംഗദളിന്റെയും ഒക്കെ പ്രവർത്തകരെയും കോണുകളിൽ എവിടെയെങ്കിലും നിന്ന് ഈ പ്രസംഗങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോർക്കണം. സ്വതന്ത്ര ഭാരതത്തിൽ ക്രൈസ്തവരുടെ ജനസംഖ്യ 3.24% ഇന്ന് ഈ ഭാരതത്തിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ 2.84%. അത് വർധനയാണോ കുറവാണോ എന്ന് എന്നെ ശ്രമിക്കുന്ന BJPക്കാരും ബജറംഗദളുകാരും ഒക്കെ മനസ്സിലാക്കണം. ഞങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ സന്യാസിനിമാർ ഇവർ ഈ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമൂഹത്തിന്റെ പിന്നാക്കങ്ങളിൽ സമൂഹത്തിൽ പിന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി, അവരുടെ നവോത്ഥാനത്തിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരാളുടെ പോലും ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ചോദിക്കാതെ സകല മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന, സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ പ്രവാചകരായി ഞങ്ങളുടെ സന്യാസിനിമാർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ തിരുവല്ലയിൽ എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന ആളുകൾ ശ്രമിക്കണം. ഇവിടെയും BJPയുടെയോ ബജറംഗദളിന്റെയോ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഈ വഴിയോരത്തെ ചോരയൊലിപ്പിച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ മുറിവുകൾ വെച്ച് കെട്ടിയപ്പോൾ ഇവിടെ കുറേയേറെ സന്യാസിനിമാർ നിൽപ്പുണ്ട്. ഇവരാരും ചോദിച്ചിട്ടില്ല നീ ഏത് മതത്തിൽപ്പെട്ടവരാണ് എന്ന്, നീ ഏത് വിശ്വാസത്തിലുള്ള ആളാണെന്ന് ചോദിച്ചിട്ടില്ല. ഇവിടെ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഈ തെരുവിൽ പട്ടിണി കൊണ്ട് അലയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വിശക്കുന്ന വയറിന് അപ്പം കൊടുത്തപ്പോൾ നിന്റെ മതം ഏതാണെന്ന് ചോദിച്ചിട്ടല്ല ഇവിടുത്തെ ക്രൈസ്തവർ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ളത്. ഇവിടെ കുഷ്ഠരോഗികളെ മാറോട് ചേർത്ത് വെച്ച് അവന്റെ മുറിവ് കഴുകി വൃത്തിയാക്കിയപ്പോൾ നിന്റെ മതം ഏതാണെന്നോ നിന്റെ വിശ്വാസം ഏതാണെന്ന് ഒരു സന്യാസിനിയും ചോദിച്ചിട്ടില്ല. ഇതാണ് ക്രൈസ്തവ സഭയുടെ മതപരിവർത്തനമെങ്കിൽ നാളെയും ഞങ്ങൾ മതപരിവർത്തനം നടത്തും. നാളെയും ഞങ്ങൾ ഈ സമൂഹത്തോട് ചേർന്ന് ഈ നാട്ടിലുണ്ടാവും. എനിക്കെന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട BJPയുടെ ബജറംഗദളിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, നാളുകളിൽ ക്രിസ്മസ് വരും, നാളുകളിൽ ആഘോഷങ്ങൾ വരും. നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് കഴിക്കുമായി വരരുത്, ഞങ്ങളെ സൽക്കരിക്കാൻ നിങ്ങൾ വരരുത്. നിങ്ങൾ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ ഒരു മുഖം നിങ്ങൾ പ്രദർശിപ്പിക്കും. കേരളത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്തിക്കൊള്ളാം, ഞങ്ങളെ സ്നേഹിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടുവരും. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ മുഖം മറ്റൊന്നാണ്. ഈ തരത്തിൽ 2 മുഖവുമായി നിങ്ങൾ കടന്നു വരുമ്പോൾ ഈ